ഈ തിലകൻ്റെ മകൻ എന്ന് പറയുന്നത് വളരെ ഒരു പദവിയാണ്. പക്ഷെ തിലകൻ്റെ മകൻ എന്ന് പറയുന്നത് അതേസമയം ഒരു മകനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യത, ഒരു ഹെവിനെസ് ആണ്. ഇത് പല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സംഘടനാപരമായിട്ട് അമ്മയായിട്ടുള്ള വിഷയങ്ങളിൽ പോലും തിലകൻ്റെ മകൻ എന്ന് പറയുന്നത് കൊണ്ട് അതിന് പലതരത്തിലുള്ള ഗ്രാവിറ്റിയും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ഈ തിലകൻ്റെ മകൻ എന്ന് പറയുന്നത് കേൾക്കാൻ സുഖമുള്ളൊരു ടൈറ്റിലാണ്. പക്ഷെ അതെങ്ങനെയാണ് ഷമ്മിച്ചേട്ടനെ എങ്ങനെയാണ് അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത്? അല്ല, ഇപ്പം അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ഞാനത് പലയിടത്തും ഞാനതിനെ അങ്ങനെ തള്ളിക്കളയുന്നതെന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞങ്ങ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഒരു അന്തവും കിട്ടത്തില്ല. അപ്പോൾ പിന്നെ അത് ആലോചിക്കാണ്ടിരിക്കുക എന്നുള്ള രീതിയിലേക്ക് ഞാൻ അതിനോട് എത്തി. അല്ലാതെ ഇപ്പോൾ പറ്റത്തില്ല. ഇപ്പോൾ പലയിടത്തും എൻ്റെ പ്രശ്നം അത് തന്നെയാണ്. ഞാനതൊരിക്കൽ പണ്ട് എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ എഴുതി, എനിക്ക് തോന്നുന്നു മലയാള മനോരമയിലെന്ന് തോന്നുന്നു, വാരാന്തപ്പതി സൺഡേ സപ്ലിമെൻ്റില്ലേ, അതിനകത്ത് അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇതാണ്, തിലകൻ്റെ മകൻ എന്നത് പ്രശ്നം. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എനിക്കൊരു ഒരു ഡയറക്ടർ എടുത്ത്, ഇപ്പോഴത്തെ അല്ല അന്നത്തെ, അച്ഛൻ നല്ല സിനിമയിൽ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് ഞാൻ തിലകൻ്റെ മകനാണ്, ശരി തന്നെ. പക്ഷേ ഞാനൊരു നടനായി മാറി ആ ഒരു രീതിയിൽ എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള എൻ്റെ ജോലി, എൻ്റെ ഒരു പ്രൊഫഷൻ അതായിട്ട് തീരുമാനിക്കപ്പെട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം, നമ്മൾ അന്നേരമാണല്ലോ നമുക്ക് ഈ ഡെയിലി വർക്കുകൾ വേണമെന്നുള്ള ഒരു തോന്നൽ വരിക. നമുക്ക് കുടുംബമൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ. ഇല്ലെങ്കിൽ നമുക്ക് അത്ര പ്രശ്നമില്ല, പടം ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷനൊന്നുമില്ല. എന്താണ്, ഭാര്യയൊക്കെ വന്നു കഴിഞ്ഞു, കല്യാണമൊക്കെ കഴിഞ്ഞു, മോനൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് റെഗുലറായിട്ട് പടം കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളും. അപ്പോൾ ഞാനിടയ്ക്ക് ആലോചിച്ചു, പലരും ഇങ്ങനെ പറഞ്ഞു ചാൻസ് ചോദിക്കണം എന്നുള്ള കാര്യം. അച്ഛൻ്റെ ഒരു രീതിക്ക് അത് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചാൻസ് ചോദിക്കാൻ, ശരി എന്നാൽ അച്ഛനോട് വളരെ ഇഷ്ടമുള്ള, അച്ഛനോട് വളരെ കാര്യമായിട്ട് റെസ്പെക്റ്റും ഒക്കെ ഉള്ള ഒരു ഡയറക്ടർ, ഞാൻ ആ പേര് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ പടത്തിൽ പിന്നെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് കാലത്ത്. അപ്പോൾ അന്നത്തെ കാലത്തെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഷമ്മിയാണ്. എന്തുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഭയങ്കര കാര്യമായിട്ടാണ് പുള്ളിക്ക് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചേട്ടാ പുതിയ പടം തുടങ്ങാൻ പോകുന്നത് കേട്ടോ. എനിക്കൊരു വേഷം തരുമോ എന്ന് ഞാൻ വളരെ കാര്യമായിട്ട് ചോദിച്ചു. അപ്പോൾ പുള്ളി കുറച്ചു നേരം മിണ്ടാതിരുന്നു. എൻ്റെ ആ സംസാര രീതി വളരെ പൊളൈറ്റായിട്ട്, സ്നേഹത്തോടു കൂടി, പുള്ളിക്കത് സ്നേഹം ഞാൻ അഭിനയിക്കുകയാണോ എന്ന് തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി എൻ്റെ അടുത്ത് കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് ഇരുന്ന് ചോദിക്കുക, ഷമ്മീനെ കളിയാക്കുകയാണോ? ഞാൻ എന്താ പറയുക? ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, തിലകൻ ചേട്ടൻ്റെ മോനെ അങ്ങനെ എന്നെ വിളിച്ച് കളിയാക്കാനും മാത്രം ഷമ്മി വളർന്നു. ഞാൻ എന്താ പറയുക? പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല ഒരാൾ. ഞാൻ വിളിച്ചിട്ടുണ്ട്, ജോർജ് സാറിൻ്റെ അടുത്ത് ഞാൻ ചെന്നൊരു ദിവസം, മറ്റേ ആ പടമില്ല, എന്താണ് കാര്യം, എൻ്റെ ഗുരുനാഥനാണ്, അദ്ദേഹത്തിനടുത്ത് എനിക്ക് ചോദിക്കാം, എന്താണ് ഇലവങ്കോട് ദേശം. ഞാനതിനകത്തൊരു വേഷം വേണമെന്നല്ല പറഞ്ഞു. സാറേ, എനിക്ക് ഈ പടത്തിൽ എനിക്കൊരു ഭാഗം, ഞാൻ അന്നേരം തിരക്കുള്ള നടനാണ്, ഓർക്കുക സാറേ. കവിതയിലിരുന്ന എറണാകുളത്തൊരു ഹോട്ടൽ, ഞാൻ ആ ഹോട്ടലിൽ വേറൊരു പടത്തിന് വേണ്ടി താമസിക്കുന്നു. അപ്പോൾ എൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂമിൽ സാറ് ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അതിന് അപ്പോഴാണ് ഞങ്ങൾ കണ്ടിട്ട് ഞാൻ അകത്ത് കയറി ചെന്ന് സാറിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, സാറേ ഏത് പടം, ഇന്ന പോലെയാണ്, ലോകംകോട് ദേശം, മമ്മൂട്ടിയാണ്, മറ്റേതാണ്, നിൻ്റെ അച്ഛനുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു. സാറേ എനിക്കും കൂടെ ഒരു വേഷം തരണം, കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വേഷമായാലും മതി, എനിക്ക് വലിയ വേഷം. നോക്കട്ടെ എന്ന് പറഞ്ഞ, പക്ഷേ എനിക്ക് വിളിച്ചില്ല. അത് എനിക്കുണ്ടെങ്കിൽ പുള്ളി വിളിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ നമ്മളെന്തിനാ, അതല്ലാതെ ഞാൻ വിളിച്ചിട്ടുള്ളത് ജോഷി സാറ്. അതൊക്കെ ആ ഒരു രീതിയിൽ, കാര്യം പുള്ളിക്കറിയാം ഞാൻ പുള്ളിയെ വിളിച്ച് കളിയാക്കൂല്ല എന്നുള്ളത്. അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുണ്ട്, അല്ലാതെ ഞാൻ വേറെ ആരെയും വിളിക്കാത്തതിൻ്റെ കാര്യം അത്. ഒരു പക്ഷേ അവർ ആ രീതിയിൽ അത് എടുക്കുന്നു, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞ മാനുഫാക്ചറിങ് ടീം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തിലകൻ്റെ മകൻ എന്നത് എൻ്റെ പ്രശ്നം. ബാക്കി അല്ലാതെ നോക്കിയ തിലകൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമാണത്. അതാരാണ്, അത് തന്നെ ഞാൻ എൻ്റെ കവിതയിൽ ഞാൻ ആ ഒരു പോർഷനിൽ അത് തന്നെ എഴുതി വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 ഭാഗ്യങ്ങളാണ് തിലകനും ആൻ്റണിയും. അതെൻ്റെ ഭാഗ്യങ്ങളാണ്. ഈ 2 ഭാഗ്യങ്ങൾക്ക് ഓഹരി വേണമെന്ന് ഈ ലോകത്താരുമേ ചോദിക്കയില്ലല്ലോ. ഇത് എൻ്റെ സ്വന്തം.
ഇത് എൻ്റെ മാത്രം, ഇത് എൻ്റെ സ്വന്തം, ഇത് എൻ്റെ കൂടങ്ങ് പോരും. അവിടെ ചെന്ന് അവിടെയുള്ള നാടകത്തോടൊപ്പം, അതിനർത്ഥം നാടകം മരിച്ചു, അവിടെ ചെന്ന് അവിടെയുള്ള നാടകത്തോടൊപ്പം അവിടെങ്ങാൻ എന്തേലും ചെയ്യാൻ ഞാൻ നോക്കിയിടാം. ഇവിടെന്ത് ചെയ്യാനാ നാട്ടാരെ, ഇവിടുണ്ടോ നാടകം, നാടിൻ്റെ നാടകം എന്നാണ് എൻ്റെ വിഷമം ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ ഒരു കവിത എഴുതിയിട്ടുള്ളോ? അല്ല, വേറെ എണ്ണം എഴുതിയിട്ടുണ്ട്. അത് ഓർമ്മയുണ്ടോ? പിന്നെ എന്തായിരുന്നു അത്? അമ്മയ്ക്കും വേണ്ടാത്ത നാളോ ഇത്. ഓ, അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അസോസിയേഷൻ അമ്മയല്ല, അമ്മ. അത് നമ്മുടെ രാജ് കപൂർ പണ്ട് പാടുകയുണ്ടായി, ജിസ് ദേശമേം ഗംഗാ ബൈതി ഹേ, എന്താണ്, ഇത് ഗംഗ ഒഴുകുന്ന നാടാണ്, ഇവിടെ ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് രാജ് കപൂർ പാടിയിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് ഉള്ള ഒരു കവിതയാണ്. അന്ന് ഒരിക്കൽ തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ, ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഗാരാജിൽ കിടന്നിരുന്ന ഒരു ബസ്സിനകത്ത് ഒരു സ്ത്രീ കയറി പ്രസവിച്ചിട്ട് ആ കുഞ്ഞിൻ്റെ പൊക്കിൾ കൂടി മുറിച്ച് കളഞ്ഞിട്ട് അവർ പോകുന്ന ഒരവസ്ഥയുണ്ട്. പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തു. ആ കൊച്ചു മരിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് അറിയാതെ അവരുടെ ഒരു അവിഹിത ബന്ധത്തിലുണ്ടായിരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാനൊരു, അതും എങ്ങും പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എഴുതിയതല്ല, എനിക്കത് കേട്ടപ്പോൾ അങ്ങ് ഭയങ്കര വിഷമം തോന്നി. അത് വെച്ചിട്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. അവരെ 10 പള്ളു വിളിക്കുന്നതിന് പകരം ഞാനതൊരു കവിത പോലെ അങ്ങ് എഴുതി. പക്ഷെ ചീത്തയൊന്നുമില്ല. പറയാമോ? അല്ല, കാണാതെ എനിക്കറിയില്ല. അല്ലയോ രാമ, ഞാൻ അഭിമാനിയാകുന്നു, അമ്മയാം ഗംഗതൻ നാട്ടിലൻ ജന്മത്തിൽ. എൻ്റെ വാക്കല്ലിത് മുമ്പു നിർവാഹകൻ തന്നെ അഭ്രകാവ്യത്തിൽ പറഞ്ഞതാം. അന്നത് സത്യസംശുദ്ധിയായി പൂത്തിടാം, അമ്മതൻ നീരൊഴുക്കത്രയ്ക്ക് നിർമ്മലം. അങ്ങനെ ആദേഹി ചൊന്നതും തെറ്റല്ല, അമ്മയ്ക്ക് പക്ഷമൊട്ടില്ലാത്ത നാളത്. അന്നത് തോന്നിടാം ആരാർക്കും ഇவ்விதം, ആവശ്യമില്ലാത്ത തോന്നലായി തീർന്നിടാം. അനുചിതമാകുമോ എന്നറിയില്ല എങ്കിലും ചൊല്ലിടാം, രാമാ നിൻ ഗംഗ കളങ്കിത. ഇല്ലില്ലിതും എന്നുടെ വാക്കല്ലിതു ചൊല്ലട്ടെ, ഇത്തിരി പോന്നരി കുഞ്ഞിതു ചൊല്ലില്ല. ഇவ்விதം ചൊന്നതോ നാം കണ്ടദേഹിതൻ, ഇംഗിതത്താലുള്ള മാറിയ മാറ്റമേ. ഇതേ രാജ് കപൂർ തന്നെയാണ് ഇത് മാറ്റി പറഞ്ഞത്. അന്നത് മറ്റേ ഇതായിട്ട് പറഞ്ഞു. അതെന്തായിരുന്നു മാറ്റി പറഞ്ഞത്? റാം തേരി ഗംഗ മൈലി ഹേ. അതേ രാജ് കപൂർ തന്നെയല്ലേ പറഞ്ഞത്. അതായത് ഈ ഗംഗ ഒഴുകുന്ന നാട്ടിലൂടെ ഇവിടെ ജനിച്ചു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതേ രാജ് കപൂർ തന്നെ 20 വർഷങ്ങൾക്ക് ശേഷം പാടിയെന്താണ് റാം തേരി ഗംഗ മൈലി ഹേ എന്ന്. അതും രാമന്റെ ഗംഗയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഇതും രാമന്റെ ഗംഗയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇല്ലില്ലിതും എന്നോട് വാക്കല്ലിത് ചൊല്ലട്ടെ, ഇത്തിരി പോന്നരാ കുഞ്ഞിത്. ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞു, ഇത്തിരി പോന്നരാ കുഞ്ഞിത് ചൊല്ലില്ല. ഇவ்விதം ചൊന്നതോ നാം കണ്ടദേഹിതൻ, ഇംഗിതത്താലുള്ള മാറിയ മാറ്റമേ. ഈ വിധം മാറുന്ന ലോകത്തിലെങ്ങനെ ഇനിയുള്ള കാലമീ മക്കൾ ജീവിച്ചിടും. ജീവിക്കുവാൻ കുഞ്ഞിനുണ്ടവകാശവും, ജീവൻ പിറക്കുവാൻ വേണം പൊക്കിൾ കൊടി. നമ്മൾ മറ്റേ വിഷയത്തിലേക്ക് വരുന്നതാണ്. പിന്നെ അങ്ങനെ പോകുന്നുണ്ട്, എന്തൊക്കെ അങ്ങനെ കുറേ അധികം പോകുന്നുണ്ട്. അമ്മയ്ക്കും കുഞ്ഞിനെ വേണ്ടാത്ത നാളിത്, അമ്മതൻ കുഞ്ഞിലും വേണ്ടാത്ത തോന്നല്. വേണ്ടാത്ത തോന്നൽ വന്നെത്തിയാൽ അമ്മയ്ക്കും വേണ്ടുന്ന തോന്നലായി തീരില്ല കുഞ്ഞിനും. മനസ്സിലായോ? അത് കുഞ്ഞെൻ്റെ പൊന്നെന്ന് കുഞ്ഞു ചിന്തിക്കണം, കാലാന്തരങ്ങൾക്ക് മാറ്റുവാനാകില്ല കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞു മാതിരി. ഇതാണ് അതിനകത്ത് വിഷയം. അക്കുഞ്ഞിൻ ചുണ്ടിലായിട്ടേണ്ട പാൽക്കണം, അച്ചാരം വാങ്ങിയിട്ടാർക്കോ ചുരത്തുന്നു. തലയിലും താഴെയും വയ്ക്കുവാൻ അമ്മയ്ക്ക് യോഗമുണ്ടാവണം, പോറ്റുവാനും തഥാ. എൻ്റെ വിഷയം അതാണ്. അതായത് ആ കുഞ്ഞിൻ്റെ ചുണ്ടിലായി ഇറ്റേണ്ട പാൽക്കണം, അച്ചാരം വാങ്ങിയിട്ട് ആർക്കും, അത് അവരുടെ അവിഹിത ബന്ധത്തിലുണ്ടായ കൊച്ചാണ്. ആ കുഞ്ഞിന് കിട്ടേണ്ട പാൽക്കണം മറ്റൊരാൾക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അതാണ് എൻ്റെ വിഷയം.
അത് ശരിയല്ല. ഉം, ഉം, അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഉം, ഉം. കുറച്ചുണ്ട്. അല്ലെ അതിൻ്റെ അവസാനം എങ്ങനെയാണ്? എന്നോർത്തൻ ചിന്തകൾ തള്ളല്ലേ നിങ്ങളും എന്നുമെൻ തോന്നലിൽ തേങ്ങലുണ്ടാകുമേ, തോന്നാത്ത തോന്നലോ തേങ്ങലതാകാതെ, തോന്നിയാൽ പോരൻ്റെ തോഴരെ ചൊല്ലുക, തോന്നിയാലും ഇല്ലേലും തോന്നിക്കാൻ ഞാനില്ല, തോന്നിയാസി എന്നൊരു പേരിനും ഞാനില്ല, തോന്നവേ തോന്നട്ടെ എന്നു തോന്നിയിട്ടിതാ, തോന്നാത്ത തോന്നലും തേടിപ്പോകുന്നു ഞാൻ. അല്ലയോ രാമ നിൻ ഗംഗ കളങ്കിത, അനുവാചകരറിയാതെ ചൊല്ലിടല്ലേ, അவ்விதം ചൊല്ലിയാലും പീഡനമായിടാം, അമ്മയ്ക്കും വേണ്ടാത്ത നാളാണിത്. അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഗംഗ കളങ്കിത എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ കൊണ്ട് കോടതി കയറ്റും, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് അതുപോലും വായിക്കുന്നവർ പറയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്.